ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോൺസി സൈമൺസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാംഗോ പ്ലാന്റ് ആണ്. കാലാപ്പാടി വെറൈറ്റിയിലുള്ള ഒരു മാംഗോ പ്ലാന്റ് ആണിത്. നമ്മുടെ ടെറസ് ഗാർഡനിലെ നെക്സ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണിത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പോട്ടിലാണിത് വെച്ചിട്ടുള്ളത്. ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണിത്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ഇതിൽ ഒരു 2-3 മാംഗോസ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം അറ്റ് എ ടൈം ഒരു 5 മാംഗോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 5 മാംഗോസ് ഞങ്ങളിങ്ങനെ കവറൊക്കെ ഇട്ട് അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എല്ലാറ്റിൻ്റെ മുകളിലും ഒരു ലൈറ്റ് നിറമൊക്കെ വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്, പഴുത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പോൾ ഏകദേശം ഇന്ന് ഇതെല്ലാം വിളവെടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ഫ്രൂട്ട് എന്നൊക്കെ നോക്കാമെന്ന്. അങ്ങനെ അമ്മൂസ് എത്തിയിട്ടുണ്ട്. അവൾ ഓരോ ഫ്രൂട്ടും പറിച്ചെടുക്കുകയാണ്. ഈ ഫ്രൂട്ട് അധികം ഉയരില്ല, അതുപോലെ തന്നെ എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കവറിട്ട് വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഒരുപാട് ഉയരത്തിലൊക്കെ പോകുന്ന മരമാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ സൂക്ഷിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കാനും അതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അങ്ങനെ ഓൾറെഡി 3 മാംഗോസ് പറിച്ചെടുത്തു. ഇനി 2 മാംഗോസും കൂടെ ഉണ്ട്. അങ്ങനെ ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ മാംഗോസും പറിക്കാനാണ് തീരുമാനം. അതെ, അങ്ങനെ 5 മാംഗോസും പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ ഒരു മാംഗോ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഒരു മാംഗോ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഞാൻ പറഞ്ഞു കാലാപ്പാടി വെറൈറ്റിയിലുള്ള മാംഗോ ആണിത്. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തു. അത്യാവശ്യം നല്ലപോലെ ഫ്ലഷ് ഉള്ളൊരു മാംഗോ ആണിത്. നന്നായിട്ട് പാകമായിട്ടുണ്ട്, നല്ല പഴുത്തിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അതിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഒരു മാംഗോ ആണ് കേട്ടോ അത്. നമ്മളൊരു വർഷം മുമ്പും ഇതുപോലെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം കുറച്ചധികം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ഫ്ലഷ് ഉള്ള ഒരു മാംഗോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാത്തൊരു മാംഗോ ആണ് കേട്ടോ അത്. 2 സൈഡും കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഈ മാംഗോയിലുണ്ട്. അപ്പോൾ അതും നല്ലപോലെ ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. അതിന് നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ മാംഗോ നമ്മൾ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല വലിപ്പമുള്ള മാങ്ങ തന്നെയാണ് ശരിക്കും. ഇത് നമുക്ക് ഇനിയും സൂക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അതിൽ വെള്ളം കയറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ അതെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഏതായാലും അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ആഷ്ലിൻ മാംഗോൻ്റെ ടേസ്റ്റ് നോക്കാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റാണത്, കാരണം നമ്മളെല്ലാവരും കഴിച്ചു. നല്ല സ്വീറ്റായിട്ടുള്ള മാംഗോ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിനും ലൈക്കിനും കമൻറ്റിനൊക്കെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ബൈ.